പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് യേശു ഗദറായരുടെ ദേശത്ത് വരുമ്പോൾ അപകടകാരികളായ 2 പിശാചുബാധിതരെ കണ്ടുമുട്ടുന്ന ആ സംഭവമാണ്. അവരുടെ ജീവിതത്തിൽ ഇടപെടുക മാത്രമല്ല, അവരെ സ്വതന്ത്രമാക്കുക മാത്രമല്ല കർത്താവ് ചെയ്തത്. ആർക്കും വഴി നടക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒരു സമൂഹത്തിന് മുഴുവൻ അപകടം വിതച്ചുകൊണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തെ കൂടി കർത്താവ് ഇടപെട്ട് സൗഖ്യം നൽകി അതിന് ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കുകയാണ്. കാരണം ആർക്കും വഴി നടക്കാൻ പറ്റാത്ത ആ ഒരു സാഹചര്യത്തെ കർത്താവ് എടുത്തു മാറ്റിയിട്ട് എല്ലാവർക്കും സ്വതന്ത്രമായി സ്വാതന്ത്ര്യത്തോടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കർത്താവ് സൃഷ്ടിച്ചു കഴിയുമ്പോൾ, ഈ ഒരു വലിയ അത്ഭുതം പ്രവർത്തിച്ചു കഴിയുമ്പോൾ അവിടുത്തെ ജനം യേശുവിനോട് പറയുകയാണ്, നീ ഈ പ്രദേശം വിട്ടു പോകുക. പ്രിയപ്പെട്ടവരെ, അവർ ആഗ്രഹിച്ചത് യേശുവിൻ്റെ സാന്നിധ്യമായിരുന്നില്ല. കാരണം അവരുടെ സമ്പത്തിന് അവിടെ കോട്ടം തട്ടിയതുകൊണ്ട്. ആ പന്നിക്കൂട്ടം അവരുടെ ഒരു കൃഷിയായിരുന്നു. അതിൽ കർത്താവ് ഇടപെട്ടപ്പോൾ ആ ഒരു ഇടപെടലിനെ അവരൊരിക്കലും ഉൾക്കൊള്ളുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് കർത്താവിനെ അവർ ഉപേക്ഷിക്കുകയാണ്. അവർക്ക് താല്പര്യം കർത്താവിൻ്റെ സാന്നിധ്യമോ കർത്താവിൻ്റെ ഇടപെടലോ ആയിരുന്നില്ല. അവർക്ക് താല്പര്യം അവരുടെ വസ്തുക്കളായിരുന്നു, അവരുടെ സമ്പത്തായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരാറുണ്ട്. കർത്താവിനെ അകറ്റി നിർത്തുന്ന ചില സാഹചര്യങ്ങളുണ്ടാകാം. നമ്മൾ ആഗ്രഹിക്കുന്നത് മദ്യത്തിലോ അല്ലെങ്കിൽ മയക്കുമരുന്നിലോ അല്ലെങ്കിൽ നമ്മുടെ ലൗകിക വസ്തുക്കളിലൊക്കെ അള്ളിപ്പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഒരു സാന്നിധ്യം, ഇടപെടൽ ആഗ്രഹിക്കാതെ പോകുന്ന നിമിഷങ്ങളുണ്ട്. കാരണം കർത്താവ് ഇടപെട്ട് കഴിഞ്ഞാൽ അവയിൽ നിന്നൊക്കെ മോചനം നേടേണ്ടി വരും, അവയൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരും, ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള മനോഭാവങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മുടെ സമൂഹത്തിലും ചിലരെങ്കിലുമൊക്കെ വെച്ചു പുലർത്താറുണ്ട്. കർത്താവിൻ്റെ ആ പൂർണ്ണമായ ഇടപെടലിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം, കർത്താവെ, അപകടകരമായ ജീവിത സാഹചര്യത്തിൽ കർത്താവെ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ, ഞങ്ങളെ വിട്ടുപോകരുതേ എന്ന് നമുക്ക് ഈ ദിവ്യബലിയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യബലി യോഗ്യതയോടെ അർപ്പിക്കാം.